ഞാനതിലെ സിവിൽ വാർ കണ്ടു. നമ്മുടെ അലക്സ് ഗാർലൻഡിൻ്റെ ഏറ്റവും പുതിയ പടമാണ്. ഐമാക്സിലാണ് കണ്ടത്. ഗംഭീര പടം. അമേരിക്കയിൽ ഒരു സിവിൽ വാർ ബ്രോക്കൗട്ട് ആവും. സോ അതിനിടയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ജേർണലിസ്റ്റിൻ്റെ കഥയാണ് ഇതിൽ എടുത്ത് കാണിക്കുന്നത്. സോ ഒരു റിബൽ അറ്റാക്ക് മുഴുവനായിട്ട് നടക്കുന്നതിന് മുമ്പ്, ഇവരിപ്പോൾ വാഷിങ്ടൺ DC മുഴുവനായിട്ട് കൈയെടുക്കുന്നതിന് മുമ്പ് ഈ ആൾക്കാർക്ക് അവിടെ എത്തിപ്പെടണം. സോ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ അല്ലെങ്കിൽ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഒരു 900 മൈൽ ട്രാവൽ ചെയ്യുന്ന ഇവർ കാണുന്ന കാഴ്ചകളൊക്കെയാണ് സിനിമ മുഴുവനായിട്ട് എടുത്ത് കാണിക്കുന്നത്. ആൻഡ് അതിലൂടെ ഭയങ്കര ഇൻറ്റൻസ് ആയതും ഭയങ്കര ഇമോഷണൽ ആയതും ഒരു ഡ്രാമ മോഡിലാണ് സിനിമ പോകുന്നതെന്ന് പറയാം. ഒരു ഫുൾ ഓൺ ആക്ഷൻ മൂവി ഒന്നുമല്ല. സിവിൽ വാർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഫുൾ ആക്ഷൻ പടമാണെന്ന് പ്രതീക്ഷിച്ച് ഈ സിനിമ കാണരുത്. ഇറ്റ്സ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് മൂവി. ആൻഡ് ഇതിന് മറ്റൊരു പ്രത്യേകത, ഇതൊരു A24 മൂവിയാണ്. അലക്സ് ഗാർലൻഡ് മൂവി എന്നത് മാത്രമല്ല, A24 മൂവിയിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുക അതെല്ലാം തന്നെ ഇതിലുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു പേസിങ് വളരെ മെല്ലെ തുടങ്ങി പിന്നെ ഒരു പോക്ക് വേറെ ലെവലിലേക്കാണ്. കാരണം ഇതൊരു ഹൈ ആൻഡ് ലോ ഒരുമിച്ച് കൊണ്ടുപോകുന്നൊരു സിനിമയാണ്. എല്ലാ ടൈമിലും ഒരേപോലെ ഒരു പീക്ക് മൂമെൻറ്റ് നമുക്ക് തരില്ല. ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു മൂമെൻറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരും. ദെൻ ഫുൾ ഔട്ട് ബ്ലാങ്ക് ആയിട്ട് നിൽക്കും. ഇത്തരത്തിൽ ഒരു ഗ്രാഫ് വരച്ച പോലെയാണ് സിനിമയുടെ പോക്ക്. അത് ഡൗൺ സൈഡ് എന്നല്ല, സിനിമ ഒരിക്കലും ലാഗോ ബോറഡിയോ ഒന്നുമല്ല. പല സമയത്തും സിനിമയുടെ ഒരു എൻറ്റിയർ ടെറൈൻ മാറും, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് മുഴുവനായിട്ട് മാറും. ഭയങ്കര ലൗഡ് ആവേണ്ട ഒരു മൂവിയാണിത്. ലൗഡ് തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം കംപ്ലീറ്റ് സൈലൻസ് ഉണ്ട് ഈ സിനിമയിൽ. സോ ഫുൾ സൗണ്ട് വെച്ച്, സൗണ്ട് ട്രാക്ക് വെച്ച് ആൾക്കാർ നിലവിളിക്കുന്നത് പോലും കേൾക്കാത്ത രീതിയിലുള്ള സൗണ്ട് ട്രാക്കിൻ്റെ ഒപ്പം തന്നെ സ്പ്ലിറ്റ് സെക്കൻഡിൽ മുഴുവനായിട്ട് ബ്ലാങ്ക് ആക്കി നിർത്തി. ഇത്തരത്തിൽ ആ ഒരു സൗണ്ട് മിക്സിങ്ങിലൂടെയും വിഷ്വൽസിലൂടെയും നമുക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരുന്നൊരു സിനിമയാണ്. സോ അപ്പാർട്ട് ഫ്രം ഇത് കാണുന്നതിന് പകരം ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നി. സോ ഈ സിനിമ ഇങ്ങനെയാണ്, ഇതിൽ ആക്ഷൻ കുറവാണ്, ഇതിൽ ഈ സ്ഥലത്ത് ലാഗ് ഉണ്ട്, സെക്കൻഡ് ഹാഫ് അങ്ങനെയാണ്, അങ്ങനെയൊന്നും നോക്കാതെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടി തീർച്ചയായിട്ടും കാണേണ്ട ഒരു മൂവിയാണെന്ന് എനിക്ക് തോന്നി. ആൻഡ് ഇതിൽ കോർ ഇമോഷൻസ് ഹ്യൂമൻ ക്യാരക്ടേഴ്സാണ്, അല്ലെങ്കിൽ ക്യാരക്ടർ ഡ്രിവൺ മൂവിയാണ്. അപ്പാർട്ട് ഫ്രം ദ ഒരു സിവിൽ വാർ. സോ കുറേ സാധനങ്ങൾ നടക്കുന്നു. അതിനിടയിൽ ഈ ഒരു 3-4 പേരിൽ മിനിമൽ ടൈം കൊണ്ട് നമ്മളെ ഇമോഷണലി അവരോട് കണക്റ്റ് ആക്കും. സോ അവർ കാണുന്ന കാഴ്ച, അവരുടെ ഒരു ബാക്ക് സ്റ്റോറീസും അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ ട്രോമയൊക്കെ തന്നെ സിനിമ ചർച്ച ചെയ്ത് പോകുന്നുണ്ടെങ്കിലും വളരെ മൈൽഡാണ്, വളരെ സട്ടിലാണ്. സോ ഇതിലൊരു മെയിൻ ജേർണലിസ്റ്റ്, നമ്മുടെ സ്പൈഡർമാനിലെ നായിക ആദ്യത്തെ, ആ ഒരു ക്യാരക്ടർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു 1-2 സ്പ്ലിറ്റ് സെക്കൻഡിൽ കാണിച്ച് പോയിട്ട് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാതെ ഓക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് കാണിച്ച് ഡിഫൈൻ ചെയ്തിട്ടൊക്കെയാണ് സിനിമ ഇങ്ങനെ പോകുന്നത്. സോ കാണുന്നത് നമുക്കറിയാം, എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ഒരുപാട് സാധനങ്ങൾ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഇവർ ഫുൾ ഫോട്ടോ എടുക്കുന്നത്, അതിൻ്റെ ക്യാപ്ചറിങ്, ദെൻ ആ പല ഫ്രെയിംസ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വലിയ ബാക്ക് ഡ്രോപ്പിൽ വലിയ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ടാവും, പക്ഷേ ഫോക്കസ് ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിലായിരിക്കും. സോ ഇത്തരത്തിൽ ഭയങ്കര ഹൈ മൊമെൻ്റ് ഒക്കെ കുറേ സമയത്ത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിട്ട് ഇങ്ങനെ പോകുന്നൊരു മൂവിയാണ്. ആൻഡ് മൊത്തം കണ്ടു കഴിയുമ്പോൾ ഒരു കംപ്ലീറ്റ് ആൻഡ് ഫിൽഡ് മൂവി എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ആൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പക്ക ആക്ഷൻ ബാക്ക്ഡ് സാധനമൊന്നുമല്ല. ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് എവറിത്തിങ്. ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള നല്ല കിടിലനായിട്ട് നീറ്റായിട്ട് എടുത്തിട്ടുള്ള ഒരു കിടിലൻ സിവിൽ വാർ മൂവി തന്നെയാണ്. നമ്മളൊരു പക്ക സിവിൽ വാറിനകത്ത് പെട്ട എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ്. ഏകദേശം ഒരു തേർഡ് ആക്റ്റൊക്കെ എത്തുമ്പോൾ അത് എൻറ്റയർലി മാറിയിട്ട് അതിൻ്റെ ഒരു ജോണർ തന്നെ ഷിഫ്റ്റായി ഒരു പക്ക വേറൊരു ലെവലിലേക്ക് പോകും. ദെൻ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായത് ഇതിൻ്റെ മേക്കിംഗ് ആണ്. ഞാൻ നോക്കിയപ്പോൾ ഇതിൽ ഐമാക്സ് സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് പിക്ചർ ക്വാളിറ്റി എനിക്കിതിൽ തോന്നി. ഐമാക്സിൽ ഇത് ഫുൾ റേഷ്യോ ആണ്. ഫിലിം 4 IMAX ആണ്. ഇതിൽ ഐമാക്സിലല്ല ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്, ഫിലിം 4 IMAX ആണ്. ഐമാക്സ് കാണണമെന്ന് വിചാരിച്ച് കണ്ടൊന്നുമല്ല, കാരണം ഇവിടെ റിലീസൊന്നുമില്ല, വളരെ ലിമിറ്റഡ് റിലീസ് മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് കേരളത്തിൽ ഒരു 2-3 തിയേറ്ററിൽ മാത്രമേ ഉള്ളൂ, അതും കൊച്ചിയിലും PVR മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ എവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഐമാക്സിൽ പോയി കണ്ടത്, കോയമ്പത്തൂർ. സോ ഫുൾ IMAX റേഷ്യോയിലാണ് ഫിലിം 4 IMAX. സോ ആ ഒരു പ്രോപ്പർ റേഷ്യോ നമുക്ക് കിട്ടും. പക്ഷേ ഇതിന് പിക്ചർ ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഇതിൽ വേറെ ഏതൊരു ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ക്രിസ്റ്റൽ ആൻഡ് ഷാർപ്പ് പിക്ചേഴ്സാണ് സിനിമയിൽ കിട്ടുന്നത്. സോ മൈന്യൂട്ടായിട്ടുള്ള മുഖത്തിലെ ഡീറ്റെയിൽസ് അടക്കം നമുക്ക് അത്ര ഷാർപ്പായിട്ട് കിട്ടുന്നുണ്ട് സിനിമയിൽ. ആൻഡ് അത് തന്നെ ആ ഒരു മൊത്തത്തിൽ ആ ഒരു സിനിമയുടെ ആ ഒരു ക്വാളിറ്റി തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കളർ ടോണും എല്ലാം തന്നെ സിനിമയുടെ ആ ഒരു ഫ്രഷ്നെസ് തരുന്നുണ്ട് നമുക്ക് പ്രോപ്പറായിട്ട്. വേറെ ഏതൊരു വാർ ചിത്രം കണ്ട ഒരു മൂഡല്ല നമുക്ക് കിട്ടുക. ദാൻ ഇതിൽ സൗണ്ട് ഡിസൈൻ, സൗണ്ട് മിക്സിങ്, ഈ ഫങ്കി ആയിട്ടുള്ള ഭയങ്കര ഒരു പോപ്പ് കൾച്ചർ എന്ന രീതിയിലുള്ള കുറേ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ മേക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആസ്ഥാനത്താണ് അത് കൊണ്ടുവച്ചിട്ടുള്ളത്. ആ പ്ലേസ്മെൻറ്റും അടിപൊളിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ A24 മൂവി എന്താണോ നമ്മളെ വെറുതെ ഇരിക്കാൻ വിടില്ല, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ടെംപ്ലേറ്റിലല്ല പടം എന്നൊരു
സാധനം. നമ്മൾ സിനിമയുടെ ഓരോ മിനിറ്റിൽ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോവുക. സോ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ആയിരിക്കും അസ്ഥാനത്തുള്ള പാട്ടുകളും ട്രാക്കുകളൊക്കെ വരും. ഒരുപാട് ട്രാക്ക് സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന് പ്ലേസ്മെൻ്റ് ഒക്കെ അതിഗംഭീരം. ആൻഡ് ഇതിൽ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് മിക്സിങ് ആൻഡ് സൗണ്ട് ഡിസൈൻ. ഈ ബുള്ളറ്റൊക്കെ പോകുന്ന സാധനമൊക്കെ നമുക്കിങ്ങനെ കേട്ടിട്ട് നമുക്കത് ഫീൽ ആവും, കണ്ടിട്ടല്ല. നമ്മൾ പല സിനിമയിലും നമുക്കത് ഫീൽ ആവാറില്ല. പക്ഷെ ഇതിലങ്ങനെയല്ല. ഒരാൾ വെടികൊണ്ട് മരിക്കുന്നുണ്ടെങ്കിൽ ആ മരിക്കുന്ന സ്പോട്ട് ശരിക്കും എങ്ങനെ ആയിരിക്കും അതേപോലെ തന്നെ ആയിരിക്കും കാണിച്ചു തരിക. കാരണം ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് അല്ലെങ്കിൽ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ടാണ് അതൊക്കെ തീരുക. അല്ലാതെ വെടികൊണ്ട് ആൾ ഒരു 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസം ഇരുന്ന് സംസാരിച്ച് ആളുടെ ജീവചരിത്രം മുഴുവൻ പറഞ്ഞിട്ടല്ലേ മരിക്കുക. സ്പോട്ടിൽ തീർന്നു. ആ കൊള്ളണതും ഒരു കിട്ടുന്ന ഒരു സൗണ്ടൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഐമാക്സിൽ ആ ഒരു സൗണ്ട് ഡിസൈനൊക്കെ പൊളിയായിരുന്നു. സോ തീർച്ചയായിട്ടും ഇതൊരു തിയേറ്റർ വാച്ചായിട്ട് എനിക്ക് തോന്നി. ഒരുപക്ഷെ ഇത് OTT-യിലോ നമ്മൾ TV-യിലോ കണ്ടാൽ എനിക്കിത് കിട്ടുമെന്ന് എനിക്കറിയില്ല. സോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എത്ര കഷ്ടപ്പെട്ട് ദൂരെ പോയി കണ്ടാലും വർത്ത് വാച്ചിങ് ആയിട്ടുള്ളൊരു മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വർഷം ഇതുവരെ ഇറങ്ങിയതിൽ കണ്ടതിൽ വെച്ച് വളരെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നി. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളിപ്പോൾ A24 സിനിമകളൊക്കെ കണ്ടിഷ്ടമായിട്ടില്ലെങ്കിൽ കണ്ട് ശീലിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു തുടങ്ങി. ഇപ്പോൾ തന്നെ ഈ ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് A24 മൂവീസ് പറഞ്ഞു തന്നു. സോ അവരുടെ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. എപ്പോൾ എന്ത് എവിടെ എങ്ങനെ നടക്കുന്നു ഒന്നും അറിയാത്തൊരു മൂവി. ഇതിലൊരു മൊമെൻ്റ് ഉണ്ട്. തിയേറ്ററെല്ലാം കംപ്ലീറ്റ് സൈലൻസ് ആയിരുന്നു. പക്ഷെ ഞാൻ മാത്രം ചിരിച്ചുപോയി. കാരണം എനിക്ക് ഞാൻ ആ ക്യാരക്ടറിൽ പെട്ടെന്ന് ഇൻവെസ്റ്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ചിട്ടാണ് എനിക്ക് ചിരി വന്നത്. അല്ലാതെ അത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സീനായിരുന്നു. പക്ഷേ സ്റ്റിൽ അത് എനിക്ക് കണക്റ്റ് ആയതുകൊണ്ടാണ് ഞാനങ്ങനെ പൊട്ടിച്ചിരിച്ചത്. പക്ഷേ അത് അങ്ങനത്തെ ചിരിക്കാനുള്ള സിനിമയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. സോ ഇത്തരത്തിൽ ഭയങ്കര ഹൈ മൊമെൻ്റ് തരുന്ന, ഭയങ്കര ഹൈ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പല സീക്വൻസുകളും ഉണ്ട്. പക്ഷേ ഭയങ്കര മെല്ലെ പോകുന്ന സ്ലോ പേസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി മിക്സാണ് ഈ പടം. സോ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. പറ്റുകയാണെങ്കിൽ ഐമാക്സിലോ അല്ലെങ്കിൽ നല്ല സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല സൗണ്ട് സിസ്റ്റം ഉള്ളത്. സോ ഇറ്റ് വിൽ ബി വർത്ത് വാച്ചിങ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓൾറെഡി ഈ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.